ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ മുൻ കമ്മീഷണർ അറസ്റ്റിലായിരിക്കുന്നു. KS ബൈജു ആണ് അറസ്റ്റിലായത്. കേസിലെ 7ാം പ്രതിയാണ് ബൈജു. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, കോടതിയുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുൻ തിരുവാഭരണ കമ്മീഷണർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 4ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈജുവിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമെന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വരുന്നുണ്ടായിരുന്നുവെങ്കിലും എപ്പോഴാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അത് മാത്രവുമല്ല, എൻ വാസുവിന്റെ കാര്യത്തിൽ വാസുവിനെ വിശദമായി വീണ്ടും ചോദ്യം ചെയ്തതിനു ശേഷമേ ഒരു പക്ഷേ ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സൂചനകൾ. പക്ഷേ അത് തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുൻ തിരുവാഭരണ കമ്മീഷണറെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് ഇവരുടെ അറിവോടെയാണ്, ഈ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ അറിവോടെയാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുകയും അതിലെ സ്വർണം ഉരുക്കി മാറ്റിയതിൽ കൃത്യമായി ഈ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈജുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനായി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് എന്നാണ് വിവരം. എവിടെ വെച്ച് എങ്ങനെ അറസ്റ്റ് ഉണ്ടായി, ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടോ ഡാൻ? മാത്രവുമല്ല, എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നു എന്നൊരു ആരോപണം പരക്കെ ഉണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിൽ അതിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ SIT മടിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വാസുവിന്റെ അറസ്റ്റ് വൈകുന്നത്? അതോ അതിലും ഉടൻ നടപടികൾ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണമെന്ന കാര്യം ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന SP ശശിധരനും ക്രൈംബ്രാഞ്ച് മേധാവി ADGP H വെങ്കടേശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നീക്കങ്ങളും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എടുത്തു പറയേണ്ട കാര്യം, ഈ ബൈജുവിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കോടതിയിൽ ഹാജരാക്കി ബൈജുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തുടർ നടപടികളുടെ ഭാഗമായി അന്വേഷണ സംഘം ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്ന പ്രതികളുമായി ഒരുപക്ഷെ തെളിവെടുപ്പിന്റെ ഭാഗമായി ശബരിമലയിൽ എത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും വളരെ പെട്ടെന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട FIR-ൽ പേര് പറഞ്ഞിരിക്കുന്ന ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതേസമയം എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ രാഷ്ട്രീയമായ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഇപ്പോൾ വൈകുന്നതെന്നും അത് എപ്പോൾ വേണമെന്ന കാര്യം കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ശരി, എന്തായാലും തിരുവാഭരണം മുൻ കമ്മീഷണറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 7ാം പ്രതിയാണ് ഈ കേസിൽ. ദ്വാരപാളികൾ കടത്തിയ കേസിൽ ആ സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു ചുമതലയിൽ വീഴ്ച വരുത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായില്ല, അതിന് നിർവഹിക്കേണ്ട ചുമതലകൾ നിർവഹിച്ചില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് പോകുന്നത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നു ഈ വിഷയത്തിൽ എന്നതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.